ദേശീയ പണിമുടക്കാണെങ്കിലും കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രതിഭാസമായി മാറിയിരിക്കുകയാണ് ദേശീയ പണിമുടക്ക്. പ്രത്യേകിച്ച് ഇടതുപക്ഷം അങ്ങ് ഏറ്റെടുക്കുന്ന രീതിയിലാണ്. എന്താണ് ശരിക്കും ഈ പണിമുടക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വളരെ രസകരമാണ്. പാറശാല മുതൽ മഞ്ചേശ്വരം വരെ ആണിപ്പോൾ ദേശീയ പണിമുടക്ക് നടക്കുന്നത്. അപ്പോൾ അത് ഒരു സംസ്ഥാനത്ത് മാത്രം നടക്കുന്ന പണിമുടക്കല്ലേ? ബാക്കി ഒരു സ്ഥലത്തും പണിമുടക്കിൻ്റെ യാതൊരു പ്രതിഫലനവും ഉണ്ടായില്ല. ഡൽഹിയിലും ബോംബെയിലും ചെന്നൈയിലും ഒക്കെ ബാംഗ്ലൂരൊക്കെ സാധാരണ പോലെ തന്നെ. ബീഹാറിൽ മാത്രം RJD ഈ ട്രെയിൻ തടയാനൊക്കെ ശ്രമിച്ചു. അവരെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അവിടെയും പണിമുടക്ക് ഈ പണിമുടക്കാൻ വേണ്ടി ഇലക്ഷൻ വരികയല്ലേ, അതുകൊണ്ട് ചില ഗിമ്മിക്കുകളൊക്കെ കാണിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ വലിയ പ്രതിഷേധമൊന്നും ഉണ്ടായില്ല. അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റി ട്രെയിൻ ഗതാഗതമൊക്കെ സുഗമമായിട്ട് നടന്നു. ഈ കേരളത്തിൽ ഒഴിച്ച് വേറൊരു സ്ഥലത്തും പണിമുടക്ക് നടന്നിട്ടില്ല. അപ്പോൾ ഉയർന്ന ചോദ്യം, രഞ്ജിനി ചോദിച്ചത് ശരിയാണ്. ഈ അഖില ഭാരതീയ അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ നടക്കുമ്പോഴാണല്ലോ ഇതിന് ദേശീയ പണിമുടക്കെന്ന് വിളിക്കേണ്ടത്. ഇല്ലെങ്കിൽ ഇതൊരു പ്രാദേശിക പണിമുടക്കാണ്, സംസ്ഥാന പണിമുടക്കാണ്. പക്ഷേ നമ്മളിപ്പോൾ കേരളത്തിലൂടെ ഒഴുകുന്ന ഒരു പുഴയ്ക്ക് നമ്മൾ പേരിട്ടിരിക്കുന്നത് എന്താ? ഭാരതപ്പുഴ എന്നല്ലേ. അപ്പോൾ അത് ഇന്ത്യയിലൂടെ ഒഴുകുന്ന പുഴയല്ലല്ലോ, അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കൂടെ ഒഴുകുന്ന പുഴയല്ലല്ലോ. ഈ കേരളത്തിൽ മാത്രം ഒഴുകുന്ന ഒരു പുഴയ്ക്ക് ഭാരതപ്പുഴ എന്ന് പേര്, നമ്മുടെ രാജ്യത്തിൻ്റെ പേര് കൂടെ ചേർത്ത് ഭാരതപ്പുഴ എന്ന് ഇടാമെങ്കിൽ ഇടതുപക്ഷത്തിന് ഈ കേരളത്തിൽ മാത്രം നടത്തുന്ന അവർ സ്പോൺസർ ചെയ്യുന്ന ഒരു പണിമുടക്കിനെ അഖിലേന്ത്യാ പണിമുടക്കെന്ന് വിളിക്കുക. അതിൽ വലിയ തെറ്റൊന്നുമില്ല. ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ട്രോളാണ്. എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ് ആ ട്രോൾ ഇട്ടിരിക്കുന്നത്. സന്ദർഭവശാൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വാസ്തവത്തിൽ അതിനകത്തൊരു വലിയ രഹസ്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ പണിമുടക്ക് രാജ്യം ഭരിക്കുന്ന മോദിക്കെതിരെയല്ല, BJPക്കെതിരെയല്ല, കേന്ദ്ര സർക്കാരിനെതിരെയല്ല, ആർക്കെതിരെയുമല്ല. ഈ പണിമുടക്ക് നമ്മൾ വിചാരിക്കും കേരളത്തിലെ സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള പണിമുടക്കാണ്. അല്ല. അതിൻ്റെ പരമമായ ലക്ഷ്യം, അതിൻ്റെ കൃത്യമായ ലക്ഷ്യം എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയനെ പ്രതിരോധത്തിലാക്കാനും സമ്മർദ്ദത്തിലാക്കാനും വേണ്ടി CPMൻ്റെ പോഷക സംഘടനയായ CITU ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന ഒരു ഗുണ്ടാരാജാണ് ഈ പണിമുടക്ക്. വളരെ കൃത്യമാണ്. ഇത് പിണറായിക്കുള്ള പണിയാണ്. കാരണം ഇങ്ങനൊരു പണിമുടക്ക് ഇപ്പോൾ നടത്തുന്നതിലൂടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നാമതേ ഭരണം നാണം കെട്ടിരിക്കുകയാണ് അല്ലേ? അതിൻ്റെ തെളിവ് നമ്മൾ നിലമ്പൂർ കണ്ടു. ബാക്കി എല്ലാ സ്ഥലത്തും പോട്ടെ, സിറ്റിംഗ് സീറ്റുകൾ അവർ പിടിച്ചു. നിലമ്പൂരിൽ ഇടതുപക്ഷത്തിൻ്റെ സിറ്റിംഗ് സീറ്റ് UDF പിടിച്ചു എന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചു എന്ന് മാത്രമല്ല, സാധാരണ നിലയിൽ അവിടെ കോൺഗ്രസ് ജയിക്കുമ്പോൾ CPMന് LDFന് അവിടെ ഒരു 45% വരെ വോട്ട് കിട്ടും. ഇത്തവണ ആ മണ്ഡലത്തിലുള്ള തദ്ദേശീയനായ M സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി മത്സരിച്ചിട്ട് പോലും CPMൻ്റെ മുഴുവൻ മിഷണറിയും ചലിപ്പിച്ചു, സർക്കാരിൻ്റെ സംവിധാനങ്ങളെ മുഴുവൻ ഉപയോഗിച്ചു. എന്നിട്ടും 37% വോട്ടിലേക്ക് എത്താനേ സ്വരാജിന് സാധിച്ചുള്ളൂ, CPMന് സാധിച്ചുള്ളൂ. അത് CPMനെ സംബന്ധിച്ച് ഒരു വലിയ എന്താ പറയുക, ബാഡ് മാർക്കാണ്, തിരിച്ചടിയാണ്. അത് കൃത്യമായിട്ടൊരു ചൂണ്ടുപലകയാണ് വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഞാൻ വ്യക്തമായിട്ട് പറയാം, ഇപ്പോൾ ഈ ഹർത്താൽ നടത്തി ഈ അക്രമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, ജനജീവിതം ദുസ്സഹമാക്കുന്നതിലൂടെ സർക്കാരിൻ്റെ പ്രതിച്ഛായയല്ലേ മോശപ്പെടുന്നത്? സർക്കാരിൻ്റെ മുഖമല്ലേ വികൃതമാകുന്നത്? അങ്ങനെ സർക്കാരിൻ്റെ മുഖം വികൃതമാകുക, സർക്കാരിൻ്റെ പ്രതിച്ഛായ, ആകെ തകർന്നു നിൽക്കുന്ന പ്രതിച്ഛായ കൂടുതൽ തകർക്കുക, അതുകൊണ്ട് ആർക്കാണ് ലാഭം? വാസ്തവത്തിൽ അത് UDFനാണ് ലാഭം. പിന്നെ അതിൽ ഈ സർക്കാരിനെയും പിണറായിയെയും വീഴ്ത്താൻ താല്പര്യപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതവരുടെ പാർട്ടിക്കുള്ളിലുള്ളവരാണ്. പ്രത്യേകിച്ചും CITU ലോബി, പ്രത്യേകിച്ചും ഈ ജീവനക്കാർ, സർക്കാർ ജീവനക്കാർ. നമുക്ക് മുമ്പെങ്ങുമില്ലാത്ത ആവേശത്തോടു കൂടിയാണ് സർക്കാർ ജീവനക്കാർ വന്ന് സകല ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും ജോലിക്ക് എത്തുന്ന ആൾക്കാരെ തടസ്സപ്പെടുത്തുന്നത്. KSRTCയുടെ തമ്പാനൂർ ചെന്നാൽ നമുക്ക് കാണാം, ജീവനക്കാർ തയ്യാറാണ് വണ്ടി ഓടിക്കാൻ, ഡ്രൈവറും കണ്ടക്ടറും റെഡി, വണ്ടിയും റെഡി, നാട്ടുകാരും വണ്ടി കയറി ഇരിക്കുന്നുണ്ട്, യാത്രക്കാരും. വണ്ടി എടുക്കാൻ സമ്മതിക്കില്ല. ആരാണ് ചെയ്യുന്നത്? CPMകാരാണ്, CITUകാരാണ്, ഈ സർവീസ് സംഘടനകൾ. അപ്പോൾ അത് കൃത്യമായിട്ടും അത് ആർക്കെതിരെയാണ്? അത് നരേന്ദ്രമോദിക്കെതിരെയാണ് എന്നൊക്കെ പറയും. പക്ഷേ അത് ചെന്ന് കൊള്ളുന്നത്, ആ അമ്പ് കൊള്ളുന്നത് പിണറായി വിജയനിലാണ്. പിണറായിയെ പൂട്ടാനാണ്. പിണറായി സർക്കാരിനെതിരെ ഉയർന്നിരിക്കുന്ന ജനരോഷം 10 മടങ്ങ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ഒരു തന്ത്രമാണ്, ഒരു കുതന്ത്രമാണ് ഇത്.
അത് അവരുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് അത് നടപ്പാക്കുന്നത്. ഇത് പിണറായി വിജയനെതിരെ ശക്തമായിട്ട് പാർട്ടിക്കുള്ളിൽ വലിയൊരു വിഭാഗീയതയുണ്ട്. ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും പിണറായി വിജയനെ പൂട്ടാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുന്നു എന്നാണ് ഇത് നൽകുന്ന സന്ദേശം. നമ്മൾ മുമ്പൊക്കെ കഴിഞ്ഞ പണിമുടക്കിന് നമ്മളൊരു കാര്യം കണ്ടു. വ്യാപകമായ രീതിയിൽ അക്രമം നടന്നു അല്ലേ? ബസ്സുകൾ എറിഞ്ഞു തകർത്തു, യാത്രക്കാരെ ആക്രമിച്ചു, സ്വകാര്യ വാഹനങ്ങൾ പോലും ആക്രമിക്കപ്പെട്ടു. എന്തിനാണ്? ആർക്കാണ് അതുകൊണ്ട് നേട്ടം? വാസ്തവത്തിൽ അതിൻ്റെ നേട്ടം കിട്ടുക പ്രതിപക്ഷത്തിനല്ലേ? പക്ഷെ എന്നാൽ ആ അക്രമം നടത്തിയത് പ്രതിപക്ഷത്തുള്ള ആരുമല്ല. ഈ ബന്ദിന് ആഹ്വാനം ചെയ്ത, പണിമുടക്കിന് ആഹ്വാനം ചെയ്തവർ തന്നെയാണ് ഈ അക്രമങ്ങളൊക്കെ കാണിക്കുന്നത്. അതിലൂടെ അവർ പറയാതെ പറയുന്നത് പിണറായി വിജയനുള്ള പണിയാണ്. വളരെ വ്യക്തമാണ്. ഇല്ലെങ്കിൽ പിന്നെ അവരെന്തിനിത് ചെയ്യണം? ഇപ്പോൾ ഞാൻ പിണറായി ഭരണത്തിനെതിരായിട്ട് ഇപ്പോൾ ഇവർ INTUC-യും ഈ അഖിലേന്ത്യാ പണിമുടക്കിൽ സഹകരിക്കുന്നുണ്ട്. പ്രതിപക്ഷത്തെ 10 സംഘടനകൾ ചേർന്നാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചത്. പക്ഷേ അതിൽ CIT ഒഴിച്ച് വേറെ ആരെയും നമ്മൾ റോഡിൽ കാണുന്നില്ല, അക്രമാസക്തരാകുന്നില്ല അവരാരും. അവരെങ്ങും ഒരു നല്ല രീതിയിൽ ഒരു മുദ്രാവാക്യം പോലും വിളിക്കുന്നില്ല കേന്ദ്ര സർക്കാരിനെതിരെ. പക്ഷേ ഈ നാട്ടിലിറങ്ങി റോഡിലിറങ്ങി ഈ കോപ്രായങ്ങൾ മുഴുവനും കാണിക്കുന്നതും അക്രമം അഴിച്ചുവിടുന്നതും CIT-കാരും ഇടതുപക്ഷ സർവീസ് സംഘടനകളിലെ പ്രവർത്തകരുമാണ്, ജീവനക്കാരുടെ സംഘടനകളിലെ പ്രവർത്തകരുമാണ്. ഇപ്പോൾ കുറച്ച് മുമ്പേ ഉച്ചയ്ക്ക് രാവിലെ ഒരു 10:30-11 മണിക്ക് 10:30-11 മണിക്ക് മുമ്പായിരിക്കണം, ഒരു 10 മണിയോടടുപ്പിച്ച് കൊല്ലത്ത് അവിടുത്തെ പ്രധാനപ്പെട്ട നഗരത്തിലെ തപാൽ ഓഫീസ് തുറക്കാൻ വന്ന ജീവനക്കാരനെ അതിനനുവദിക്കുന്നില്ല. അവിടെ ഈ CPM-ന്റെ പ്രവർത്തകർ തടിച്ചുകൂടി ആ ഗേറ്റ് തുറക്കാൻ പോലും സമ്മതിക്കാതെ. കീമോ ചെയ്യാനൊക്കെ വരുന്ന മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന, ഞാൻ അതിലേക്ക് വരുന്നു. അത് വലിയ കഷ്ടമാണ്. ഇങ്ങനെ ക്യാൻസർ രോഗികളെ പോലും ബുദ്ധിമുട്ടിക്കുന്ന ഈ പണിമുടക്ക് സത്യത്തിൽ നമ്മളത് മനസ്സിലാക്കണം. ഇത് ഈ കേന്ദ്ര സർക്കാരിനെതിരെയോ BJP-ക്കെതിരെയോ നരേന്ദ്രമോദിക്കെതിരെയോ അല്ല. ഇതിലൂടെ കടുത്ത ജനരോഷം പിണറായി വിജയനെതിരെ ഉണരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. എനിക്കൊന്ന് കുറേ നാളുകളായിട്ട് ഇത്തരത്തിലുള്ള ഒരു തീർച്ചയായിട്ടും പാർട്ടിക്കുള്ളിൽ ശക്തമായ വിഭാഗീയത ഉണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, കൊല്ലത്ത് തപാൽ ജീവനക്കാരൻ വന്ന് പൂട്ട് തുറക്കാൻ നിൽക്കുമ്പോൾ സമ്മതിക്കുന്നില്ല. അവസാനം പോലീസ് എത്തി ബലം പ്രയോഗിച്ച് ഈ പണിമുടക്ക് അനുകൂലികളെ അവിടെ നിന്ന് മാറ്റിയതിന് ശേഷമാണ് അത് തുറന്നത്. അപ്പോൾ ഇത്തരത്തിൽ നാട്ടിലെങ്ങും ഒരു അരാജകത്വം സൃഷ്ടിക്കാനാണ് ശ്രമം. ആ അരാജകത്വം സൃഷ്ടിക്കുന്നത് കൊണ്ട് നരേന്ദ്രമോദിക്കോ BJP-ക്കോ കേന്ദ്ര സർക്കാരിനോ എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല. കേരളത്തിൽ BJP അങ്ങനെ ഭരണത്തിലിരിക്കുന്ന ഒരു കക്ഷിയോ ഭരണം പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കക്ഷിയോ അല്ല. എല്ലാവർക്കും അറിയുന്നതാണ്. ചിലപ്പോൾ ഏതാനും സീറ്റുകൾ ജയിച്ചെന്നിരിക്കും അല്ലേ? കേരളത്തിലെ തൊഴിലാളികളുടെ പ്രശ്നം കൂടുതലും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടല്ലേ? അപ്പോൾ പിന്നെ ഇവരെന്തിനാണ് ഈ അക്രമം കാണിക്കുന്നത്? വളരെ വ്യക്തമാണ്. പിണറായി വിജയനാണ് ടാർഗറ്റ്. പിണറായിയെ പൂട്ടാൻ വേണ്ടി CPM-നുള്ളിലെ വിഭാഗീയ പ്രവർത്തനം മൂർച്ഛിച്ചിട്ട് അതിലൊരു വിഭാഗം ചെയ്യുന്നതാണ് ഈ പണി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.